ഹായ് ഫ്രണ്ട്സ്, ഡെയിലി റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 5 തിങ്കളാഴ്ച ദിവസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് റേഷൻ സംബന്ധിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ റേഷൻ വിതരണം, മാർച്ച് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം അവസാന ദിവസമാണ്. ഇനി മാർച്ച് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾക്ക് നാളെയും കൂടി പോയി വാങ്ങാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു മാർച്ച് മാസത്തെ ഭക്ഷ്യവിഹിതം ഇനി ആർക്കും കിട്ടുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റന്നാൾ റേഷൻ കട ഉണ്ടാകുകയില്ല. അതൊരു പ്രധാന അറിയിപ്പാണ്. ഇലക്ഷൻ പ്രമാണിച്ച് കേരളത്തിൽ പൊതു അവധിയായതിനാൽ മറ്റന്നാൾ റേഷൻ കടയും പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ ഒരുവിധ ഭക്ഷ്യസാധനങ്ങളും മറ്റന്നാൾ കിട്ടുകയില്ല. അപ്പോൾ നാളെ തന്നെ മാർച്ച് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം ഏപ്രിൽ 7-ാം തീയതി ബുധനാഴ്ച ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ഭക്ഷ്യക്കിറ്റുകളാണ്. ആ 2 ഭക്ഷ്യക്കിറ്റുകളും ഇനി ചോദിച്ചു വാങ്ങുക. മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റ് വളരെ കുറച്ച് ആളുകൾക്ക് തന്നെയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷ്യക്കിറ്റ് ലഭിക്കാത്ത ആളുകൾ 2 കിറ്റും ചോദിച്ചു വാങ്ങുക. മാർച്ച് മാസത്തെ കിറ്റ് കിട്ടിയ ആളുകൾ ഏപ്രിൽ മാസത്തെ കിറ്റ് വാങ്ങുക. ഏപ്രിൽ മാസത്തെ കിറ്റ് സജീവമായിട്ട് വിതരണം ആരംഭിച്ചിട്ടില്ല. കാരണം റേഷൻ കടകളിൽ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സ്പെഷ്യൽ അരിയുടെ കാര്യമാണ്. നമുക്ക് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ സ്പെഷ്യൽ അരിയുടെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് സ്പെഷ്യൽ അരി ഇതുവരെ റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് നിലവിൽ റേഷൻ കടയിലുള്ള മറ്റ് അരികളിൽ നിന്ന് ഈ ഒരു അരിയുടെ വിതരണം നടത്താനാണ്. ഇപ്പോൾ റേഷൻ കടകളിൽ നമ്മുടെ റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നത് വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 10 കിലോ പുഴുങ്ങലരിയും 10 കിലോ അരിയിൽ 7 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയുമാണ്. അങ്ങനെയാണ് 10 കിലോ നൽകുന്നത് 15 രൂപ നിരക്കിൽ. അത് ആ ഒരു സ്റ്റോക്ക് എത്താത്തത് മൂലമാണ് നിലവിൽ ഉള്ള അരിയിൽ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ആ ഒരു അരി ലഭിക്കുക നീല വെള്ള റേഷൻ കാർഡിന് 10 കിലോയും പുതുതായി അനുവദിച്ചിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരിയുമാണ് ലഭിക്കുക. അപ്പോൾ അത് ഒരു മാസത്തേതാണ്, മാർച്ച് മാസത്തേതാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തേതിൻ്റെ വിതരണം 7-ാം തീയതി ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിതരണം കൂടി തുടങ്ങിയാൽ 20 കിലോ അരി ആ ഒരു ലെവലിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നാളെ വാങ്ങുകയാണെങ്കിൽ അത് 10 കിലോ മാത്രമാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.